എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു നാടകീയമായ ഒരു കല്യാണത്തിൻ്റെ ഒരു കാര്യം പറയാനാണ്. കൊല്ലം ജില്ലയിലെ അടൂരിൽ ഒരു കല്യാണം നടന്നു. കല്യാണ ചെറുക്കൻ്റെ പേര് റജി. അപ്പം ഇത് വളരെ വിവാദമായ ഒരു കല്യാണമാണ്. ഈ കല്യാണത്തിൻ്റെ പേര് പോലീസ് കേസൊക്കെ വന്നു. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം. അത് നമുക്ക് കല്യാണത്തിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. കല്യാണ ചെറുക്കൻ രജി ഇവൻ ഓൾറെഡി കല്യാണം കഴിക്കാൻ ഇവന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക്. ഇവനൊരു കല്യാണം കഴിക്കാൻ ചെല്ലുന്നു. ഇവനെ കല്യാണം കഴിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാന്ന് തോന്നുന്നു. ഇവനും ക്രിസ്ത്യാനാണല്ലോ. അപ്പോൾ ആ പെണ്ണിന്റെ അപ്പനും അമ്മയൊക്കെ സമ്മതിച്ചു. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം ദേ കിടക്കുന്നു. സംഗതി നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ, നശിപ്പിച്ചു. അപ്പോൾ എന്താണെന്ന് ആൾക്കാർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ഇവൻ്റെ രണ്ടാം ഭാര്യ ഇവനെ തെരഞ്ഞു വരുന്നു, കള്ളി പൊളിയുന്നു. അപ്പോഴാണ് ആളുകൾക്ക് അപകടം മണക്കുന്നത്. ഇത് ചതിയായിപ്പോയല്ലോ എന്നുള്ളത് പെണ്ണുങ്ങിൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാകുന്നത്. ആകെ ആ പെണ്ണിൻ്റെ അപ്പനും അമ്മയൊക്കെ ആകെ അന്തം വിട്ട് ഇനി എന്ത് ചെയ്യും? അപ്പം ഈ കല്യാണം കഴിക്കാൻ വരുമ്പോൾ ഇവൻ്റെ ഒപ്പം ഒരു ജിജോ എന്ന് പറയുന്ന ഇവൻ്റെ ഒരു കൂട്ടുകാരനെ കൂട്ടിയിരുന്നു. ഇവൻ്റെ കൂട്ടുകാരനാണോ ബന്ധുവാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവനെ കൂട്ടിയിട്ടൊക്കെയാണ് വരുന്നത് കല്യാണത്തിന്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി പറയാം. എന്തായാലും ഇവൻ്റെ രണ്ടാം ഭാര്യ സംഭവം തെളിയിച്ചു. അപ്പം ഇവൻ പെട്ടത് തന്നെയാണ്. ഇവൻ നല്ലൊരു കുടുക്കത്തിലാണ് ഇപ്പം പെട്ടത്. ഓക്കെ, ആയതുകൊണ്ടും ഈ രക്ഷിതാക്കൾ അന്വേഷിച്ചു, നിങ്ങളുടെ വീട്ടുകാരും കുടുംബക്കാരും ഒന്നും എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല, എന്തേ ആരെയും കണ്ടില്ല. അപ്പോൾ റജി ആ അമ്മായി യുവതിയുടെ അച്ഛനോട് പറഞ്ഞു, വരാത്തത് മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കുന്നു, അത് മതം മാറിയുള്ള കല്യാണമാണല്ലോ, എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, ഞാനിപ്പോൾ വെൽ സൗണ്ടാണ്, അതായത് ഞാൻ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചമാണ്, അതുകൊണ്ട് നിങ്ങളുടെ മകളെ ഞാൻ പൊന്നുപോലെ നോക്കും. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ദാണ്ടട കിടക്കുന്നു. ആരാണ്? ഈ റജിയുടെ രണ്ടാം ഭാര്യ. അപ്പോ ചോദിക്കും, ഇവൻ എത്രാമത്തെ കല്യാണമാണ് കഴിച്ചതെന്ന്. ഇവൻ ഈ പാവം അപ്പനെയും അമ്മയൊക്കെ കള്ളം പറഞ്ഞിട്ട് ഇവൻ കെട്ടിയത് മൂന്നാമത്തെ പെൺകുട്ടിയാണ്. ആദ്യത്തെ 2 വിവാഹങ്ങളിലായി ഇവന് 4 മക്കളുണ്ട്. എന്നിട്ട് ഇവന്റെ ബന്ധുവായി വന്ന ജിജോ അവനെ വിദേശത്ത് കൊണ്ടുപോകാം ജിജോ, വിദേശത്ത് നിന്നെ ഞാൻ കൊണ്ടുപോകാം ജിജോ എന്ന് പറഞ്ഞ ഈ ചതിയൻ ആ പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് 35 ലക്ഷം രൂപ, ഒന്നും രണ്ടുമല്ല 35 ലക്ഷം രൂപ അടിച്ചെടുത്തു. അപ്പൊ ജിജോയ്ക്ക് വേറെ നിവർത്തിയില്ല, ഇവൻ പറയണത് കേട്ടേ പറ്റൂ, കാരണം ജിജോയുടെ കാശ് ഇല്ലേ. പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ വർത്താനമാണിത്. എന്താ, ഞാൻ അന്യമതത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതല്ലേ, അപ്പൊ എൻ്റെ വീട്ടുകാർ അതിന് സമ്മതിക്കത്തേ ഇല്ല. പിന്നെ രണ്ടാമത് ഇവൻ പറയുന്നത് ഇവൻ്റെ ബന്ധുവായ ജിയോയെ ഇവൻ കൂട്ടിക്കൊണ്ടുവന്നു 35 ലക്ഷം രൂപ വാങ്ങുന്നു. എന്തിനാണെന്നറിയോ? എന്തൊരു വാഗ്ദാനം പറഞ്ഞിട്ടാണെന്നറിയോ? നിനക്ക് ഞാൻ വിദേശത്തോട്ട് കൊണ്ടുപോകാം, അവിടെ വലിയ ആന ചേന വാങ്ങിത്തരാം, അതായത് വലിയ ജോലി വാങ്ങിത്തരാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവൻ ഒരു പരാമർശമൊക്കെ നടത്തിയിട്ട് ഇവനെ കൊണ്ടിരുന്നത്. അങ്ങനെ രണ്ടും കൂടി കല്യാണ വീട്ടിൽ വന്നിട്ട് അവിടുത്തെ പൂവിലാണ് ഇനി പറയാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മനസ്സിലായി. അപ്പോൾ ഇവർക്ക് എന്തായാലും അപ്പോൾ ഇത് ഈ അപ്പനും അമ്മയ്ക്കും മനസ്സിലായി ഇത് സംഭവം നമ്മൾ പെട്ടത് തന്നെയാണെന്ന്. അപ്പോൾ ആദ്യം ഹിന്ദു സ്ത്രീയെ കല്യാണം കഴിച്ചത്. ഹിന്ദു സ്ത്രീ ആദ്യത്തെ 2 ഹിന്ദു സ്ത്രീയാണെന്ന് തോന്നുന്നു. അതിൽ ഒരുത്തിയാണ് വന്നത് ഇവിടെ. അപ്പോൾ ഇവൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, ഇവൻ്റെ നെറ്റിയാൽ ഈ മറ്റേ ഇത് കുറി തൊട്ടിട്ടുണ്ട്, ഹിന്ദുക്കൾ കുറി തൊടുന്ന പോലെ. അപ്പോൾ അതും കാണാം. ഒന്നിപ്പം കുറി തൊടാത്ത ഫോട്ടോയും ഒന്ന് കുറി തൊട്ട ഫോട്ടോയാണ്. മനസ്സിലായല്ലോ? 2 ഇവൻ തന്നെയാണ് ആള്. അപ്പം അങ്ങനെ വന്നിട്ട് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് ഇവൻ നല്ലൊരു പടത്തിൽ തന്നെ പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, എന്നിട്ട് ബാക്കി പറയാം. എന്ന 39കാരനെ പോലീസ് പൊക്കി. പോലീസ് പൊക്കുമ്പോഴും രസമാണ്. ഇപ്പോൾ ഇവന്റെ പേര് റജി എന്നാണല്ലോ. അപ്പോൾ ഇവൻ വ്യാജ പേരിലാണ് കല്യാണം കഴിച്ചിരുന്നത്. എന്താണ് പേര്? ജോബിൻ എന്ന പേരിലാണ് കല്യാണം കഴിച്ചത്.
അപ്പോൾ രണ്ടാം ഭാര്യ വന്ന് പറഞ്ഞു, ഈ അപ്പനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു, ഇല്ല, ഇയാൾ എൻ്റെ ഭർത്താവാണ്, ഇയാൾക്ക് കൊല്ലത്ത് നല്ലിലയിലും അതുപോലെ തന്നെ കണ്ണനെല്ലൂരിലും ഇയാൾക്ക് കുടുംബമുണ്ട്, 4 മക്കളുണ്ട്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് വിശ്വസിക്കണം. അപ്പോൾ അവര് ഈ പറഞ്ഞ ക്ഷേത്രത്തിലാണ് കല്യാണം നടന്നതെന്നൊക്കെ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞു, രണ്ടാമത്തെ ഭാര്യ. ഈ അപ്പനും അമ്മയും ഈ ജോബിൻ മരുമകൻ ഇവിടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഒരമ്പലങ്ങളിലും രേഖയില്ല, ഈ പേരിൽ ആരും കല്യാണം കഴിച്ചിട്ടില്ല. ഈ പെൺപിള്ള ഈ യുവതി, അതായത് ഇവന്റെ രണ്ടാം ഭാര്യ നേരെ പോലീസിന് പരാതി കൊടുത്തു. അപ്പൊ സംഭവം കേട്ടല്ലോ. അപ്പൊ ഇവന്റെ ഭാര്യ, ഇവൻ ഈ കല്യാണം കഴിച്ച ഈ പെണ്ണിനെ വീട്ടിൽ വന്നിട്ട് അപ്പനോടും അമ്മയോടും പറയുന്നുണ്ട്, നിങ്ങളിത് വിശ്വസിക്കരുത്, കൊല്ലത്തും വേറൊരു സ്ഥലത്തും കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനടക്കം 2 ഭാര്യമാർ ഇപ്പം നിലവിലുണ്ട്, ഇപ്പൊ 4 കുട്ടികളും ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് അവസാനം ഇവന്റെ രണ്ടാം ഭാര്യ ഇവന്റെ പേര് പോലീസ് കംപ്ലൈന്റ് കൊടുത്തു, കേസ് കൊടുത്തു. ഇവന് 39 വയസ്സാണ് റജിക്കുള്ളത്. അങ്ങനെ പോലീസ് വന്ന് വമ്പൻ ടെസ്റ്റ് അവിടെയാണ് നടക്കുന്നത്. അവിടെയും ഇവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതികളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. അപ്പം പോലീസ് വന്ന് ചോദ്യം ചോദിച്ചപ്പം അവിടെ പല അമ്പലങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചാണ്. അപ്പോൾ പെണ്ണിൻ്റെ അപ്പനും അമ്മയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഈ കല്യാണം കഴിച്ച രേഖയില്ല. എന്തായാലും ലാസ്റ്റ് പോലീസ് പൊക്കി. പൊക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴല്ല പൊക്കുന്നത്, പൊക്കാൻ എന്ത് ചെയ്തു, പോലീസ് വരികയാണ്. അപ്പം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ ഇവൻ കല്യാണ വീട്ടിൽ ഇവനും ഇവൻ്റെ ജിജോ എന്ന് പറയുന്ന ബന്ധുവും കൂടെയാണ് വന്നത്. അതിൻ്റെ ഇടയിൽ അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പോയതിന് ശേഷം ഈ പോലീസുകാർ വന്നു. പോലീസുകാർ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരോട് ഈ തന്ത രഹസ്യമായിട്ട് പോലീസുകാരെ വിളിക്കുകയാണ്. കാരണം തങ്ങളേതായാലും തൻ്റെ മകളും താനും ഒക്കെ പെട്ടുപോയി. അപ്പോൾ എങ്ങനെയും രക്ഷപ്പെടണമല്ലോ. അപ്പോൾ പോലീസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വമ്പൻ ടെസ്റ്റാണ് കേട്ടോ. ഇവനെ അവിടെ രഹസ്യത്തിൽ വിളിച്ചിട്ട് വരുത്തുന്നു. നമ്മുടെ വീട്ടിൽ അടുത്തൊരു വീട്ടിലൊരു മരണം നടക്കുന്നുണ്ട്. അപ്പോൾ മോളെയും കൂട്ടിയിട്ട് എത്രയും വേഗം വരണം. ശരി, അപ്പോൾ ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ് ഇവനെ നേരെ അതൊക്കെ കരുതിയിട്ട് നേരെ പോരുകയാണ്. അങ്ങനെ പോരുന്ന വഴിക്ക് ഇവൻ നേരെ പോന്നു കഴിഞ്ഞ് അമ്മായിയപ്പൻ്റെ അടുത്തെത്തി. ഒരമ്മായിയപ്പൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിവരവുമില്ല. മരണം വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു തിരക്കും കാണിക്കുന്നില്ല. അങ്ങനെ ഇവൻ അവിടെ ഇരുന്നു. അപ്പോഴാണ് ഇവനെ തെരഞ്ഞിട്ട് ഇവൻ്റെ എന്താ പറയുന്നത്, ജിജോ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ വരുന്നത്. കാരണം അവൻ്റെ 35 ലക്ഷമാണ് ഇവൻ തട്ടിയെടുത്തത്. അപ്പോൾ എന്തായാലും ഇവൻ പറയുന്നത് കേൾക്കാതെ അവൻ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ പൈസ മുഴുവൻ ഇവൻ്റെ കയ്യിലാണ്. അങ്ങനെ ഇവനെ തെരഞ്ഞ്, ചേട്ടൻ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു, ചേട്ടൻ അങ്ങോട്ട് വരുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ പോകുന്നത്. ചേട്ടനെ കാണാത്തപ്പം ചേട്ടനെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള കരുതുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ചേട്ടനെ കൂട്ടി പോകുന്നതാണ്. അപ്പോൾ അതാ പെണ്ണിൻ്റെ തന്തയും തള്ളയും വീട്ടുകാരും എല്ലാവരും കൂടി ഇവനെ കയറി പിടിച്ചു. നീയും കല്യാണത്തിന് വന്നല്ലേ, നീയും കൂടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് അവനെ അവിടെ പിടിച്ചിരുത്തി. നീ ബാക്കി നമുക്ക് കേൾക്കാം. ഈ മരുമകനെ വിളിച്ചു, ജോബിൻ എന്ന കള്ളപ്പേരിൽ വന്ന റജിയെ വിളിച്ചു. മോനെ, അടുത്തൊരു മരണം, മോളെയും കൊണ്ടിങ്ങ് വരണം. മോനെ, അടുത്തൊരു മരണം, മോളെയും കൊണ്ടിങ്ങ് വരണം. ഉടനെ ഇതാ വരുന്ന അപ്പാ എന്ന് പറഞ്ഞ് ജോബിൻ ഭാര്യയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അടൂരാണ് വീട്, ശാസ്താംകോട്ട പോലീസാണ് പിടിച്ചത്. അവിടേക്ക് പോയി സമയം പോകുന്നു. വീട്ടിൽ ഒരു 7:30 ആയപ്പോൾ എത്തി. പക്ഷെ സമയം പോയിട്ട് മരണ വീട്ടിലോട്ട് അമ്മായി അപ്പൻ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പം എന്തോ പന്തികേട് മണത്തു. അപ്പോൾ ജിജോ, ഇവന്റെ സഹായി ഇവനെ തേടി വന്നു. ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് പുറപ്പെട്ടിട്ട് ഒത്തിരി നേരമായല്ലോ, അങ്ങോട്ട് തിരികെ കണ്ടില്ലല്ലോ, അതുകൊണ്ട് വന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നു. അവനെയും അവിടെ പിടിച്ച് വീട്ടിലിരുത്തി. നീയും കൂടെ ആണല്ലോ കല്യാണത്തിന് വന്നത്. എന്നിട്ട് അവർ നേരെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി. പോലീസും കൂടെ എത്തിയപ്പോൾ ഇവന് പന്തികേട് മണത്തു. ഇവൻ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു.
ഓടാൻ ശ്രമിച്ച ഇവനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടി ചവിട്ടിക്കൂട്ടി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, 2 കല്യാണം. കേട്ടല്ലോ. അങ്ങനെ പോലീസിനെ വിളിച്ച് ഇവർ രഹസ്യമായിട്ട് പോലീസിനെ വിളിക്കുന്നു. അപ്പോൾ ഇവന് മനസ്സിലായി ഇനി രക്ഷയില്ല, നമ്മളെ എന്നെ കുടിക്കാനുള്ള പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓടി രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി. ആ ശ്രമത്തിനിടെ പോലീസ് അടക്കം എല്ലാവരും കൂടി, പോലീസുകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഇട്ടു ചവിട്ടിക്കൂട്ടി. ഇവനെ ചവിട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു മാവ് രൂപത്തിലങ്ങ് ചവിട്ടിക്കൂട്ടി. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ ബിരുദന്മാരുണ്ട് ഇപ്പോൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ കയറിയിട്ട് എന്തെങ്കിലും വൃത്തികേട് ചെയ്യുന്നവരുണ്ട്. അതാരെങ്കിലും യൂട്യൂബർമാർ, നമ്മളെ പോലുള്ള യൂട്യൂബർമാർ വാദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ കണ്ടുപിടിച്ചു അത് വെളിച്ചത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പേര് പിന്നെ കേസാ. എവിടെയൊക്കെ ഒന്നെങ്കിൽ CBI-ലോ അല്ലെങ്കിൽ പോലീസിലോ അല്ലെങ്കിൽ മറ്റേ ഈ സൈബർ സെല്ലിലോ. ഇവർ കാണിക്കുന്നതിനൊന്നും വൃത്തികേട് കാണിക്കുന്നതിനും കുഴപ്പമില്ല, നമ്മളെപ്പോലുള്ളവർ കൊണ്ടുവന്നാലാണ് പ്രശ്നം. അപ്പോൾ ശരി, എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കല്യാണ തട്ടിപ്പ് വീരന്മാരൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ. അതല്ലെങ്കിൽ അവനവൻ്റെ മകളുടെ ഭാവി പോവും, മക്കളൊക്കെ പരിപാടിയിലാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഉടായിപ്പിൻ്റെ ഉസ്താദന്മാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് നടക്കുന്നതെന്ന് കരുതണം കേട്ടോ. വേറെ അന്യ സംസ്ഥാനത്തൊന്നുമില്ല. അന്യ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിൽ നടക്കുന്നിടത്തോളം അക്രമവും അനീതിയൊന്നും എവിടെയും നടക്കുന്നില്ല. ശരിയെന്നാ, ബൈ, ഓക്കെ.